ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മൂന്നാറിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കയ്യിൽ കിട്ടിയ കുടകളും കോട്ടും റെയിൻ കോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി. മൂന്നാർ ടൗണിലേക്ക് ഒന്ന് പോയി അവിടെ വരെയൊക്കെ ഒന്ന് നടന്നു പോയി വരാം എന്നൊക്കെ കരുതി ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് ടൗണിലെ കാഴ്ചകളൊക്കെ കാണാം. അവിടെയൊക്കെ ചാറ്റൽ മഴയല്ല, എന്നാലും കുറച്ച് അതിനേക്കാളൊക്കെ കുറച്ച് ഭയങ്കര മഴയല്ല, ഒരു മീഡിയം ലെവലിലേക്കുള്ള ഒരു മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മഴയത്ത് ചേട്ടൻ കോട്ടൊക്കെ വാങ്ങി ചേട്ടൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടയൊക്കെ ചെറുതായിട്ട് അറ്റത്തുനിന്നൊക്കെ കോട കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഒരു പള്ളി കണ്ടു. പള്ളിയുടെ മുന്നിലായിട്ട് ഇതാ ഒരു കപ്പേള, അത് കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറി. കുറച്ച് സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മൗണ്ടൻ കാർമൽ ചർച്ച് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കർത്താവിൻ്റെ ഒരു രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, രണ്ട് കൈ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ചെറിയൊരു സ്റ്റാളുണ്ട്. ഈ കൊന്ത, മെഴുകുതിരി, അതുപോലെ കീ ചെയിൻ, പിന്നെ മാതാവിൻ്റെ കർത്താവിൻ്റെ ഒക്കെ രൂപങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു സ്റ്റാള് കണ്ടു. പിന്നെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ നമ്മൾ കോട്ട് വാങ്ങിച്ചു കൊടുത്തേ. ആ നേരം ആകുമ്പോഴത്തേക്കും കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങി. മാത്രമല്ല നന്നായി കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. കടകളിലൊക്കെ ലൈറ്റ് ഇട്ടു, ലൈറ്റുകളും വണ്ടികളും തിരക്കുകളും പ്രകൃതി ഭംഗിയും ആ മഴക്കാരും കോടയും എല്ലാം കൂടെ നല്ല രസത്തിൽ ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാളിൽ കയറി. സ്റ്റാളിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പള്ളിയിലേക്ക് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്രോട്ട പോലെ മാതാവിനെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പള്ളിയിലേക്ക് കയറുകയാണ്. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ കുർബാന കഴിഞ്ഞ് ആരാധനയ്ക്കൊക്കെയുള്ള ഒരു ടൈമാണ് ആയിട്ടുണ്ടായിരുന്നു.
പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള പള്ളിയുടെ അടുത്ത് വന്ന് നിന്നിട്ടുള്ള വ്യൂ ആണ്. ഞങ്ങൾ പള്ളിയകത്ത് കയറി. അത് കയറുമ്പോൾ അവിടെ ആരാധനയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കുന്നതാണ് പറയുക. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കോട്ടൊക്കെ ഇട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ പള്ളിയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. കപ്പേള അപ്പോൾ ശരിയായ തരത്തിൽ മുന്നിൽ നിന്നിട്ട് തന്നെ കപ്പേള അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതാ കുട്ടിപ്പട്ടാളങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത്. ഇനി നാളെ നേരം വെളുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.